നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. നമ്മുടെ ജീവിതങ്ങളും പലരെയും സംരക്ഷിക്കുവാൻ വേണ്ടി ആക്കി വച്ചിരിക്കുന്നു. അപ്രകാരം സംരക്ഷണത്തിൻ്റെ ചില മുഖങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തരുവാൻ തക്കവണ്ണം ഈ ക്രിസ്മസിന് സാധിക്കണം. ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾ അധികമായി വായിച്ചിട്ടുണ്ടല്ലോ. ഇയ്യോബിനെ ഒത്തിരി പരീക്ഷകളിലൂടെ സാത്താൻ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്തൊന്നും ഇയ്യോബ് എന്ത് ചെയ്യുന്നില്ല? യഹോവയെ ദൈവത്തെ തള്ളി പറയുന്നില്ല. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മാത്രം വാഴ്ത്തപ്പെടട്ടെ. ആ ഒരു സംരക്ഷണത്തിന് തണലിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മുഴുവനും നേരിട്ടത്. രൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഞാൻ ഈ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത് നിങ്ങൾ ബൈബിൾ വായിക്കുന്നു എന്നുള്ള വിശ്വാസമില്ല. ബൈബിൾ വായിക്കുമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഇന്ന് പോയി വായിച്ചു നോക്കാം. രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ ന്യായാധിപന്മാരുടെ പുസ്തകം കഴിഞ്ഞ് ശമൂവേലിൻ്റെ പുസ്തകമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ചെറിയ പുസ്തകം, 4 അധ്യായങ്ങൾ മാത്രമുള്ള ചെറിയൊരു പുസ്തകം. ആ രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ തൻ്റെ അമ്മാവിയമ്മയായ നവോമിയുടെ കൂടെ പോവുകയാണ്. നമുക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല. അവളൊരു മോവാബി സ്ത്രീ ആയിരുന്നു. മോവാബി സ്ത്രീയെ ഈ നവോമിയുടെ മകനായ മഹ്ലോൻ വിവാഹം കഴിച്ചത് കൊണ്ട് മാത്രം യഹൂദ ഗണത്തിലേക്ക് ഗണിക്കപ്പെട്ട ഒരാളാണ് രൂത്ത്. ആ രൂത്ത് തൻ്റെ ഭർത്താവ് മരിച്ചു, മഹ്ലോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അവൾക്ക് തിരിച്ചു പോകാം. അവൾ തിരിച്ചു പോകുന്നില്ല. പക്ഷേ അവൾ നവോമിയോട് പറയുന്നൊരു വാക്യമുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്റെ കൂടെ വരും, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞുകൊണ്ട് നവോമിക്ക് ഒരു സംരക്ഷകയായി രൂത്ത് പോവുകയാണ്. അതുപോലെ തന്നെ തിരിച്ചും രൂത്തിനെ നവോമി എന്ത് ചെയ്യാണ്? സംരക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ചിലരെയൊക്കെ സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മുടെ മക്കളാവാം, നമ്മുടെ വല്യപ്പനും വല്യമ്മച്ചിയുമാവാം, നമ്മുടെ അയൽക്കാരാവാം, നമ്മുടെ ബന്ധുക്കളാവാം, നമ്മുടെ കൂട്ടുകാരാവാം, ആരുമാവാം. അവരെ തന്നിരിക്കുന്ന കൃപയിൽ നിന്നുകൊണ്ട് സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ ചില സാമ്പത്തിക സഹായമാവാം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന സഹായമാവാം, ഒരു നേരത്തെ വെള്ളം കൊടുക്കുന്ന സംരക്ഷണമാവാം, ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുക്കുന്ന സംരക്ഷണമാവാം. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മുടെ സംരക്ഷകനായി രൂപാന്തരപ്പെടുക. ഈ ക്രിസ്തുമസ് ദിവസത്തിൽ, അല്ലെങ്കിൽ ഈ ക്രിസ്മസിനോട് അടുത്ത് വരുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന 3 പ്രതീകങ്ങളെയാണ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പങ്കുവെച്ചത്. ഒന്ന്, പുൽക്കൂട് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ക്രിസ്തു സന്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് പറയുന്നത് ലാളിത്യവും വിനയവുമാണ്. നമ്മുടെ ജീവിതത്തിൽ ലാളിത്യവും വിനയവും ഉണ്ടാവണം. രണ്ടാമത് നാം പങ്കുവെച്ചത് നക്ഷത്രത്തെ നോക്കിയുള്ള യാത്രയാണ്. നക്ഷത്രം പ്രതീക്ഷയുടെയും നേർവഴിയുടെയും സന്ദേശമാണ് നമുക്ക് പകർന്നു തരിക. മൂന്നാമതായി ആട്ടിടയന്മാർ നമുക്ക് പകർന്നു തരുന്ന ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ സാധാരണത്വത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. നമ്മൾക്കിടെ നാം ഓരോരുത്തരും സംരക്ഷകരായി പൂർത്തീകരിക്കപ്പെടണം. ഈ പറയുന്ന ക്രിസ്തു ഭാവങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു വെക്കുവാൻ തക്കവണ്ണം നമുക്കിടയാവണം. ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ആധികാരികമായി പറഞ്ഞിരിക്കുന്ന 2 സുവിശേഷങ്ങളിലാണ്. ഏതൊക്കെയാ? ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമാണ് ഈ ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ആധികാരികമായി ഓരോ 1 by 1 ആയിട്ട് ഇങ്ങനെ പറയാം. അതിൽ കൂടുതലും പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. ഈ 2 സുവിശേഷങ്ങളുടെയും വ്യത്യാസം എന്താ? ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷമാണ്. പക്ഷെ അവിടെ ഈ സംഭവത്തെ പറ്റി പറയുന്നേ ഇല്ല. ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ
പറയുന്നില്ല. ക്രിസ്തുവിൻ്റെ മാമോദീസ തൊട്ട് തുടങ്ങിയിട്ട് ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലുള്ളത്. പക്ഷേ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലും ലൂക്കോസ് ഏവങ്കേലിസിൻ്റെ സുവിശേഷത്തിലും ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി വളരെ ആധികാരികമായിട്ട് 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ലൂക്കോസിൻ്റെ സുവിശേഷമാണ് കൂടുതലും പറയുന്നത്. ഈ രണ്ട് വ്യത്യാസം എന്താ? അതിനകത്ത് രണ്ടാമത്തെ വ്യത്യാസം എന്താ? ഒന്ന്, ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് മത്തായി ശ്ലീഹ ആരായിരുന്നു? മത്തായി ശ്ലീഹ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാകുന്നതിന് മുമ്പ് അവൻ ആരായിരുന്നു? ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു, അല്ലേ? ലാബി എന്ന് പറയുന്ന ആളായിരുന്നു. അവിടെ നിന്നാണ് ക്രിസ്തു വിളിച്ചവനെ വേർതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യഹൂദ പേട്രിയാർക്കൽ അല്ലെങ്കിൽ പുരുഷാധിപത്യം നിറഞ്ഞു നിന്നിരുന്ന ഒരു സംഘത്തിൽ നിന്നാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? മത്തായിയെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുരുഷന്മാർക്ക് മനസ്സിലാകുന്നില്ല, വായിക്കാൻ ഇഷ്ടമുണ്ടാകുന്ന രീതിയിലാണ് മത്തായി ശ്ലീഹ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കന്യകമറിയാവിനുണ്ടായ വെളിപാടിനെ മത്തായി ശ്ലീഹ പറയുന്നില്ല. മത്തായി ശ്ലീഹ ആർക്കുണ്ടായ വെളിപാടിനെ പറ്റിയാണ് പറയുന്നത്? ജോസഫിനുണ്ടായ വെളിപാടിനെ പറ്റിയാണ് പറയുന്നത്. ആ വ്യത്യാസം മനസ്സിലായോ? അതായത് ജോസഫ് എന്ന് പറയുന്ന പുരുഷന് ഗബ്രിയേൽ മാലാഖയുടെ വെളിപാടുണ്ടായതിനെ പറ്റി പറഞ്ഞിട്ട് മറിയമിൽ നിന്ന് അവൻ ജനിച്ചു എന്നാണ് മത്തായി ശ്ലീഹ പറഞ്ഞു വെക്കുക. പക്ഷേ ലൂക്കോസ് ഏവങ്കേലിസ്റ്റ്, ലൂക്കോസ് ആരായിരുന്നു? ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു വൈദ്യനായിരുന്നു, ഡോക്ടറായിരുന്നു. അതിലുപരിയായി പൗലോസ് ശ്ലീഹായുടെ ശിഷ്യനായിരുന്നു. മർക്കോസ് ഏവങ്കേലിസ്റ്റ് പത്രോസ് ശ്ലീഹായുടെ ശിഷ്യനായിരുന്നു. ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ പൗലോസ് ശ്ലീഹായിൽ നിന്ന് പൗലോസ് ശ്ലീഹ എന്ന് പറയുന്നത് ക്രിസ്തുവിന് ഡയറക്റ്റായിട്ടുള്ള ശിഷ്യനല്ല. ക്രിസ്തുവിനെ പറ്റി പിന്നീട് കേട്ടും അറിഞ്ഞും പഠിച്ചും എടുത്ത ആളാണ് പൗലോസ് ശ്ലീഹ. പൗലോസ് ശ്ലീഹയിൽ നിന്ന് കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളാണ് ആരെഴുതുന്നത്? ലൂക്കോസ് ഏവങ്കേലിസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ലൂക്കോസ് ഏവങ്കേലിസ്റ്റ് എഴുതുമ്പോൾ സ്ത്രീജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തിന് മുമ്പ് ഏലിശുബായുടെ കാര്യങ്ങളും ഏലിശുബായ്ക്ക് ശേഷം മറിയമിനുണ്ടാകുന്ന ദൂതിനെ പറ്റിയും അതിനുശേഷം മറിയമിൻ്റെ യാത്രയും മറിയം അവിടെ പോയി അവളെ ശുശ്രൂഷിക്കുന്നതായിട്ടും ഒക്കെ എഴുതി വെക്കാം. അപ്പം ഞാൻ ഈ വ്യത്യാസം പറഞ്ഞതിന് പ്രധാന കാരണം നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില വേർതിരിവുകൾ നമ്മൾ കാണിക്കാറുണ്ട്, അല്ലേ? ഞാനാണ് അപ്പൻ, ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ. അല്ലെങ്കിൽ ഞാനാണ് അമ്മ, നീ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കാവൂ. അങ്ങനെയല്ല. അവർ രണ്ടുപേരും ജീവിച്ച പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അവരങ്ങനെ എഴുതുക. അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അത് ഈ പുസ്തകം രണ്ടും വായിക്കണം. പുരുഷന്മാരും മനസ്സിലാക്കണം, സ്ത്രീകളും ഈ ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം, അല്ലേ? നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പുസ്തകങ്ങളല്ലേ നമ്മൾ വായിക്കുള്ളൂ, വായിക്കൂ. അപ്പോൾ സ്ത്രീകളെ പറ്റി മാത്രം പുകഴ്ത്തി പറയുന്ന പുസ്തകങ്ങൾ പുരുഷന്മാർ വായിക്കാനായിട്ട് സാധ്യത കുറവാണ്. പുരുഷന്മാരെ പറ്റി മാത്രം പുകഴ്ത്തി പറയുന്ന പുസ്തകങ്ങൾ വായിക്കാൻ സ്ത്രീകൾ വായിക്കാനും സാധ്യത കുറവാണ്. അപ്പോൾ രണ്ടുപേരും ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ഇരുകൂട്ടരും ഒരുപോലെ മനുഷ്യജാതി മനസ്സിലാക്കണമെന്നുള്ള സുവിശേഷകരുടെ അഗാധമായ ബോധ്യമാണ് അപ്രകാരം എഴുതി വെച്ചത്. ആ ബോധ്യങ്ങളിൽ നിന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ പ്രതീകങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നാം ഒന്ന് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു പിറക്കണം നമ്മുടെ ഹൃദയങ്ങളിൽ. അതെങ്ങനെയാണ്? നമുക്ക് ലാളിത്യം ഉണ്ടാവണം, വിനയം ഉണ്ടാവണം, പ്രതീക്ഷയോടുകൂടി ജീവിക്കണം, നേർവഴിക്ക് നടക്കണം, ആഡംബരങ്ങളില്ലാതെ സാധാരണ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഇടയാവണം, മറ്റുള്ളവർക്ക് സഹായകനായി സംരക്ഷകനായി നാം പൂർത്തീകരിക്കപ്പെടണം. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ പരിശുദ്ധ റൂഹ നിങ്ങളെ ഏവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഇപ്രകാരം ഈ ഒരു കരോൾ സർവീസിലേക്ക് സ്വാഗതം ചെയ്ത ഇടവകയുടെ വികാരിയായിരിക്കും ബഹുമാനപ്പെട്ട വിജു കെ തോമസ് അച്ഛനോടും ഇടവകയുടെ കൈസ്ഥാനി ബഹുമാനപ്പെട്ട ജോയി ചേട്ടൻ എന്നെ പള്ളിയിൽ വന്ന് കണ്ട് എന്നെ വിളിച്ചതാണ്. അദ്ദേഹത്തോട് നന്ദി സ്നേഹവും ഇടവകയിലെ എല്ലാ അംഗങ്ങളോടുമുള്ളതായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും
നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ട് ക്രിസ്തുനാമം മാത്രം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ദൈവം തമ്പുരാൻ ഇവരെയും